സേവനം നിർത്തി ലാഭകേന്ദ്രമാകാനുള്ള നടപടികളുമായി തപാൽ വകുപ്പ്. മുതൽ മുടക്കിന് ആനുപാതികമായി വരുമാനം ലഭിക്കാത്ത കോസ്റ്റ് സെന്റർ എന്ന സേവന വിഭാഗത്തിൽ നിന്ന് പ്രോഫിറ്റ് സെന്റർ എന്ന വിഭാഗത്തിലേക്ക് മാറ്റാനാണ് നീക്കം. ഇത് സംബന്ധിച്ച് പഠിച്ച് റിപ്പോർട്ട് നൽകാൻ കേന്ദ്ര തപാൽ വകുപ്പ് 8-അംഗ സമിതിയെ നിയോഗിച്ചു. പ്രോഫിറ്റ് സെന്റർ ആകുന്നതോടെ പഞ്ചായത്ത് പരിധിക്കുള്ള പോസ്റ്റ് ഓഫീസുകളും സബ് സെന്ററുകളും കത്തുമായി വീട്ടിലെന്ന സാധാരണ പോസ്റ്റ്മാനും ഉണ്ടാകില്ല. പിൻകോഡുകൾ മാറുമെന്നും സൂചനയുണ്ട്. പരിഷ്കരണത്തിന്റെ ഭാഗമായി ചിലയിടങ്ങളിൽ 50 മുതൽ 80 വരെ പോസ്റ്റ്മാൻമാരെ ഒരു കേന്ദ്രത്തിലേക്ക് മാറ്റി തുടങ്ങിയിട്ടുണ്ട്. ഈ പൊതുകേന്ദ്രത്തിൽ നിന്നാകും സ്പീഡ് പോസ്റ്റ്, രജിസ്റ്റേർഡ് കത്തുകൾ, പാഴ്സൽ, ഓർഡിനറി തപാൽ എന്നിവയുടെ വിതരണം. ഓരോ ജില്ലയിലും 3-4 കേന്ദ്രങ്ങളാകും ഉണ്ടാകുക. സ്വതന്ത്ര വിതരണ കേന്ദ്രം മുഖേനയാണ് കത്തുകൾ കൈകാര്യം ചെയ്യുക. പോസ്റ്റ് ബിൽ ഭേദഗതിക്ക് ശേഷമാണ് ഈ മാറ്റങ്ങൾക്ക് വേഗം കൂടിയത്. സംസ്ഥാനത്താകെയുള്ള 23 RMS ഓഫീസുകളിൽ 8 നിർത്തലാക്കി. ഇതിനിടെ നവീകരണത്തിന്റെ പേരിൽ സ്വകാര്യവൽക്കരണ നീക്കമാണ് നടക്കുന്നതെന്നാരോപിച്ച് ഒരു വിഭാഗം ജീവനക്കാർ പ്രതിഷേധവുമായി രംഗത്തു വന്നു. വകുപ്പ് സ്വകാര്യ ഓൺലൈൻ ഡെലിവറി സംവിധാനം പോലെയാകുമെന്ന് ജീവനക്കാർ ആരോപിക്കുന്നു. ഇടുക്കി വിഷൻ, കുമളി.